വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് UDF-ന് ലഭിക്കുമോ? നമ്മൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ, മലപ്പുറത്തും അതോടൊപ്പം തന്നെ കോഴിക്കോടും പല മേഖലയിലടക്കം കേരളം ഒട്ടാകെ മുസ്ലിം വോട്ട് ലഭിച്ചിട്ടുള്ളത് UDF-നാണ്. അതുപോലെ തന്നെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും. കാര്യം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എല്ലാ തവണയും നടക്കുന്നില്ല. അപ്പം പലതവണ തദ്ദേശ സ്വയംഭരണത്തിൽ ഇടതുപക്ഷം മുൻപന്തിയിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പം ഇടതുപക്ഷം ഭരണത്തിലില്ലാത്തപ്പോൾ പോലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കഴിഞ്ഞ ഈ 2 തവണ അത്തരത്തിൽ സംഭവിച്ചില്ല. പക്ഷെ ഇപ്പാടെ ഈ പിണറായി വിരുദ്ധതയാണ്, അല്ലാതെ ഭരണവിരുദ്ധ വികാരവും നല്ല പറഞ്ഞത്. പിണറായിയോടുള്ള ആ ഒരു വിരോധം ശക്തമായി മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അപ്പാടെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ട്? അത് ഇഷ്ടപ്പെടാത്തതിന്റെ മാത്രമല്ല, ഈ അദ്ദേഹത്തിന്റെ മുസ്ലിം വിരുദ്ധത എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ മരുമകൻ എന്ന് പറയുന്നത് മുസ്ലിം ആണല്ലോ. പിണറായി വിജയന്റെ അല്ല ഞാൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശനെയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ എങ്ങനെ നോക്കിയാണ്? വെള്ളാപ്പള്ളി നടേശനൊക്കെ പരസ്യമായി പറയത്തില്ല. നടേശൻ മുതലാളി കൃത്യമായും കാര്യങ്ങൾ പറയുമല്ലോ. ജാതി ചോദിക്കരുത്, പറയരുത് എന്ന് പറഞ്ഞാൽ ചോദിക്കും, പറയുമെന്ന് ആർജവത്തോടെ പറഞ്ഞ കക്ഷിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്ന നേതാക്കന്മാർ ആരൊക്കെയാണ്? വി.ഡി. സതീശനുണ്ടായിരുന്നു. വി.ഡി. സതീശൻ പിന്നെ അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ മറുപടി പറയുന്നില്ലെന്നല്ലേ പറഞ്ഞത്, അദ്ദേഹത്തിന് പുറകെ പോകാൻ നടന്നില്ലല്ലോ. പിന്നെ വി.ഡി. സതീശനെ കുറിച്ച് പുള്ളിയല്ലേ കുറ്റം പറഞ്ഞു. അതിനെതിരെ ഒരു മറുപടി ഒന്നും വി.ഡി. സതീശൻ നൽകിയില്ല. പിന്നെ നൽകണ്ടെന്നുള്ളതാണ്, അതിന്റെ പുറകെ പോകണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അത് അദ്ദേഹം ഇവിടെ കിടന്ന് പറഞ്ഞോട്ടെ. പിന്നെ SNDP-യുടെ താല്പര്യമുള്ളവർ UDF-ന് വോട്ട് ചെയ്യട്ടെ. അല്ല, അത് ഒരുപക്ഷെ അങ്ങനെയാ. കാരണം ഈ പറയുന്നത് R. ശങ്കർ എന്ന് പറയുന്നത് പിന്നെ കോൺഗ്രസിന്റെ അല്ലേ, അദ്ദേഹം ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ മാറി നിന്നില്ലേ. പിന്നീട് SNDP-യുടെ ട്രസ്റ്റിലും ബോർഡിലും ഒക്കെ പോയതേ ഉള്ളൂ. അപ്പോ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നില്ലേ, മാറി നിൽക്കുകയല്ലേ ചെയ്തിട്ടുണ്ട്. മാറി നിന്നിട്ട് വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊന്നും പോയില്ലല്ലോ. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആ പാരമ്പര്യം പറഞ്ഞ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരാരും ദൈവവിശ്വാസികളല്ലോ, നേതാക്കന്മാരും ദൈവവിശ്വാസികളോ SNDP-യുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതല്ല കുമാരമുള്ള സാറ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ദൈവം ഇതൊന്നുമില്ലത്. ഇപ്പൊ കൃത്യമായിട്ട് നോക്കും, എന്റെ സമയം ശരിയാന്നു, നീ എനിക്ക് പറ്റത്തില്ലെങ്കിൽ എനിക്ക് വേണ്ടി നാളും സമയവും പറഞ്ഞു കൊടുത്ത് ജോലിസിയെ വിട്ടുന്ന ടീമുകളാണ്. SNDP യോഗത്തിൽ അല്ലെങ്കിൽ SNDP യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരായ നമുക്ക് പറയാൻ കഴിയുന്നത്? കമ്മ്യൂണിസ്റ്റിലെ മിക്ക നേതാക്കന്മാരും SNDP-കാരില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്ന SNDP യോഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്രയോ പേര് അമ്പലങ്ങളുടെ ചുമതല വഹിക്കുന്നവരുടെ പേരൊന്നും നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്നില്ല. പക്ഷെ പ്രാദേശിക തലത്തിൽ പോലും ഓരോ പ്രദേശത്തും അറിയാം. അറിയപ്പെടുന്നവരാരുമില്ലല്ലോ. ശങ്കർ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചതാണ്. CV പത്മരാജൻ, അതോടൊപ്പം തന്നെ MK രാഘവൻ അടക്കമുള്ള വ്യക്തികൾ, അതോടൊപ്പം തന്നെ ധനപാലൻ, ഇപ്പൊ ഒന്നും വേണ്ട ആവശ്യമില്ല, നമ്മുടെ അടൂർ പ്രകാശ്, ഇവരെല്ലാം തന്നെ SNDP യോഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിലുള്ളതാണ്. അങ്ങനെ വിശ്വാസികളുമാണ്. അങ്ങനെ പേരെടുത്തുകൊണ്ട് പറയാനായിട്ട് കഴിയുന്നവരാരും തന്നെ എനിക്ക് തോന്നുന്നില്ല CPM-ൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയൻ മറ മാത്രമേ അതിന് മറ എപ്പോഴും CPM-ന് ആ ഒരു സംഭവം, അതായത് ഞങ്ങളുടെ ഭക്തി എന്നുള്ളത് ഞങ്ങളെ മറച്ചു തന്നെ വെക്കും. അല്ല, എന്നിരുന്നാലും അപ്പോ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി എൻ ബ്ലോക്കായി CPM-ന് വോട്ട് ചെയ്യില്ല. വെള്ളാപ്പള്ളി നടേശനോടുള്ള വിരോധം കൊണ്ട് മുസ്ലിങ്ങളെ മൊത്തത്തിൽ CPM-ന് വോട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് തന്നെ CPM പറയത്തുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു വോട്ട് വേണ്ടാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആയിരിക്കുമല്ലോ മൗനം. എങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയേണ്ടതല്ലേ, ഒറ്റടിക്കുന്ന തള്ളി പറയേണ്ടത്. വെള്ളാപ്പള്ളി നടേശന്റെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകൻ നിൽക്കുന്നത് NDA-ക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞേക്കുന്നത് കേരളത്തിൽ NDA വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ്. അത് അവരുടെ നീക്കുപോക്കിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളല്ലേ. അല്ല, ഒരു വീട്ടിൽ നിന്ന് 2 മറുപടിയല്ലേ. അവരുടെ നീക്കുപോക്കിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ അവരുടെ നീക്കുപോക്കിന്. അപ്പൊ അതിനെ കേരളത്തിലെ മുസ്ലിം സമൂഹം മുഴുവൻ സ്വാഗതം ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ അവരെങ്ങനെയാണ് ഈ മുസ്ലിം വോട്ട് മുഴുവനും പിന്നെ UDF-ന് പോകുമെന്ന് പറയുന്നത്? അപ്പോ എങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഇത്രമാത്രം വിജയം? അത് പ്രാദേശിക തലത്തിലല്ലേ. ഇപ്പൊ പ്രാദേശിക തലത്തിൽ ഇപ്പൊ അർജുന് പകരം അൻവർ ആണ് നിൽക്കുന്നത്. അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അത് പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എക്കാലത്തും പിന്നെ CPM-ന് എത്ര സീറ്റ് കിട്ടുന്നുണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ? അപ്പോ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. 1-2 സീറ്റിന് അപ്പുറത്ത് എപ്പോ കയറി? അല്ല, അത് കാര്യങ്ങൾ വ്യക്തമാണ്. നമുക്ക് ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കാതെ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പേഴ്സണൽ വോട്ടാണ് അങ്ങനെ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, പല പഞ്ചായത്ത് പ്രാദേശികമാണത്. പ്രാദേശിക തലത്തിൽ ഇപ്പൊ അർജുൻ നിൽക്കേണ്ടടുത്ത് അൻവർ നിന്നാൽ അൻവറിനെ വോട്ട് ചെയ്യും.
അപ്പോൾ അവിടെ അൻവറിന്റെ ആൾക്കാരാണ് കൂടുതലെങ്കിൽ സ്വാഭാവികമായിട്ട് C4 വോട്ടർ സർവേ പറയുന്നു മലബാറിൽ UDF ഒരു ഉയർച്ച ഉണ്ടാകുന്നു, അത് LDF ഒരു തകർച്ചയിലേക്കാണെന്നാണ് മനോരമ വരെ പറയുന്നത് അല്ലെ. അവിടെ മലബാറിൽ മുഴുവൻ മുസ്ലിം ലീഗിന്റെ കോട്ടയല്ലേ? അതെ, അതാ ഞാൻ പറയുന്നത്. അപ്പൊ ആർക്കാണ് വോട്ട് ലഭിക്കുന്നത്? കൂടുതൽ വോട്ട് ലഭിക്കുന്നത്. ആ വോട്ടെല്ലാം ലഭിച്ചു വരുമ്പോ ഞാൻ ചോദിക്കുന്നില്ല, കോൺഗ്രസ് ഇപ്പൊ എത്ര സീറ്റിലാണ് മത്സരിക്കുന്ന കേരളത്തിൽ? കോൺഗ്രസിന്റെ മത്സരമല്ല, കോൺഗ്രസ് എത്ര സീറ്റിലാണ് മത്സരിക്കും? UDF നയിക്കുന്ന ആരാണ് യഥാർത്ഥത്തിൽ? ഇപ്പൊ കോൺഗ്രസ് തന്നെ. കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ട് എത്ര സീറ്റിന് വ്യത്യാസമുണ്ട്? അത് പഴയ സാഹചര്യം കണക്കിലെടുക്കണ്ട. ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടുകൾ അത് ബ്ലോക്കായിട്ട് തന്നെ എവിടെ വരും? നിയമസഭാ ഇലക്ഷന് കോൺഗ്രസിന് തന്നെ വരും. ആ സ്ഥിതിക്ക് കോൺഗ്രസ് വ്യക്തമായ അധികാരത്തോടു കൂടി വരികയും ചെയ്യും. മുസ്ലിം ലീഗ് രണ്ടാമത്തെ കക്ഷിയായി മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കക്ഷിയായി മാത്രമേ മാറൂ. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകും എന്നുള്ളതാണ്. ന്യൂനപക്ഷ ഏകീകരണമാണ് ആ വോട്ടിലേക്ക് അവരെ നയിക്കുന്നത്. ആ ഒരു വോട്ട് കൺസോൾട്ടേഷൻ വരുന്നത് ന്യൂനപക്ഷ ഏകീകരണം. അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് തന്നെ എത്രയധികം മുസ്ലിം നേതാക്കന്മാരുണ്ട്. എത്രയധികം? എം ഹസനില്ലേ? അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ? ഷാഫി പറമ്പിലല്ലേ? അത് തന്നെ. പക്ഷെ അവരൊക്കെ പ്രവർത്തന രംഗത്തില്ലയോ? ചുരുങ്ങിയ നേതാക്കന്മാർ മാത്രമല്ലേ ഉള്ളൂ. അവരൊന്നും ചുരുങ്ങിയൊന്നുമല്ല, അവരൊക്കെ കൺട്രോൾ ചെയ്യപ്പെടുന്ന നേതാക്കന്മാർ തന്നെ. ചുരുങ്ങിയ നേതാക്കൾ നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഈ ജി സുധാകരൻ കണ്ണൂരെ കെ സുധാകരൻ മാറിയ സമയത്ത്, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ സമയത്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന എം ഹസൻ അല്ലേ? അദ്ദേഹം ഇന്ന് ഈ പറയുന്ന പോലെ അദ്ദേഹം ചിത്രത്തിലുണ്ടോ? MMS ചിത്രത്തിലില്ലെന്നൊക്കെ പത്രത്തിൽ വരുന്നത് മാത്രമേ ചിത്രത്തിൽ ഉണ്ടാകൂ എന്നുള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇന്ന് പ്രവർത്തനത്തിന്റെ ഭാഗമായി പെട്ട് അവർ ഇതിനിടനീളമുണ്ട്. ഇന്ന് അദ്ദേഹം ആ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയല്ലേ MMSനൊക്കെ അതിൽ നിന്ന് മാറി നിന്നാലും അവരൊക്കെ പ്രവർത്തകരാണ്. പിന്നെ കേവലം 2-3 MLA ഉണ്ടെന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. TC ദിക്കോ അതല്ലെങ്കിൽ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ പൊന്നാനിയിലെ നൗഷാദ് അലിയോ അങ്ങനെ 3 MLA മാരുണ്ട്. അല്ലെങ്കിൽ ആലുവയിലെ അൻവർ സാദത്തോ അങ്ങനെ ഉണ്ടെന്നുള്ളതല്ലാതെ ബാക്കിയെല്ലാം മുസ്ലിം സമൂഹത്തിന് ലഭിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ലെവലിൽ ഇല്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസിന്റേതായ നേതാക്കന്മാരില്ല, പഴയ ആൾക്കാരാണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ മാത്രമേ എടുത്തു കാട്ടാണ്. ഇപ്പൊ പാലോട് രവി ഒന്നാമതൊരു ഔട്ട്ഡേറ്റഡ് ആണ്. അല്ല, എന്നിരുന്നാലും പിന്നെ രമേശ് ചെന്നിത്തല അവരെല്ലാം ഒരു കാലഘട്ടം കഴിഞ്ഞവരാണ്. എന്നിരുന്നാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPM കോഴിക്കോടും മലപ്പുറത്തും കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ നല്ലൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. പിണറായി വിരുദ്ധ വികാരമുണ്ട്. ഭരണവിരുദ്ധ വികാരമല്ല, പിണറായി വിരുദ്ധ വികാരമുണ്ട്. പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന് ഇനി താല്പര്യവുമില്ല കേരള ജനത. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു പിണറായി വിരുദ്ധത ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷനിലേക്ക് നയിക്കപ്പെടും. അതുകൊണ്ട് തന്നെ കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോഴിക്കോടും മലപ്പുറത്തും എല്ലാത്തിലും ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ രൂപപ്പെടും. അത് ആ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് UDF ലഭിക്കും. തൃക്കരിപ്പൂർ ഉൾപ്പെടെ സന്ദീപ് വാര്യർ മത്സരിക്കുന്ന തൃക്കരിപ്പൂർ ഉൾപ്പെടെ UDF ലഭിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അത് UDF സർക്കാരിന്റെ അധികാരത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിരിക്കും, ഒരു പാതയായിരിക്കും. പാതയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേഷൻ കൊണ്ട് UDF സർക്കാർ അധികാരത്തിൽ വരും. ആ ന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേഷൻ ആണ് ഈ പറയുന്ന 2 വർഷവും 10 വർഷവും പിണറായി സർക്കാരിനെ അധികാരത്തിൽ ഏറ്റിയത് എന്നുള്ള കാര്യവും നമ്മൾ മറക്കരുത്. പൗരത്വ സമ്മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പിണറായിയാണ് കേന്ദ്രത്തിൽ ശ്രദ്ധിക്കാൻ നല്ലത് എന്നുള്ളൊരു തീരുമാനമായിരുന്നു മുസ്ലിം സമൂഹം കൈക്കൊണ്ടത്. ഇന്ന് ആ ഒരു നിലപാട് മാറ്റി. എന്നാൽ ഈ മുസ്ലിങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്താണ് CPM ചെയ്തിട്ടുള്ളത്, പിണറായി ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം. അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി പറയേണ്ടതുണ്ടല്ലോ. അത് ഇന്ന് ഈ ഒരു എപ്പിസോഡ് മാത്രം നമുക്ക് മതിയാവില്ല അത് പറയാനായിട്ടുള്ളത്. പക്ഷെ പിന്നെ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ബന്ധം മാത്രമാണോ? അത് മാത്രമല്ല ഒരിക്കലും. പക്ഷെ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ കൂട്ടാക്കിയിരുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അങ്ങനെയെങ്കിലും വോട്ട് കിട്ടി. പിന്നെ ആ സമുദായത്തിന്റെ വോട്ടുകളോ, SNDP സമുദായത്തിന്റെ വോട്ടുകളോ? അത് ഒരു പക്ഷെ നല്ല രീതിയിൽ BJPക്ക് ലഭിക്കുന്നില്ലേ? ആറ്റിങ്ങിൽ നമ്മൾ കണ്ടതല്ലേ, ആലപ്പുഴയിൽ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ SNDPയുടെ നിലവിലെ വോട്ട് കൊണ്ട് CPM ജയിക്കാൻ പറ്റത്തില്ലേ? അതുകൊണ്ട് മാത്രം CPM ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ജയിക്കാൻ കഴിയുമായിരുന്നുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ എന്താ പറ്റിയത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താ പറ്റിയത്? ആലപ്പുഴയിലേക്ക് എത്രമാത്രം പിന്നെ എന്തിനാണ് പിന്നെ പിണറായി ഇദ്ദേഹം നമ്മുടെ വെള്ളാപ്പള്ളി തന്നെ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കാണുന്നത്? അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും. അത് അവര് തമ്മിലുള്ള നീക്കുപോക്കല്ലേ, അവര് തമ്മിലുള്ള നീക്കുപോക്കാണ്. NSSന്റെ വോട്ട് കൊണ്ട് മാത്രം ഒന്നും ജയിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? NSS സമദൂരമാണ്. അത് മാത്രമല്ല സമദൂരത്തിൽ ശരിദൂരമാണ്. മുമ്പ് അത് UDF അനുകൂലമായിട്ടായിരുന്നു അവർ നിലകൊണ്ടിരുന്നത്. ഇന്നിപ്പം അവര് പിന്നീടും സംസ്ഥാന സർക്കാരുമായിട്ട് എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹം അവിടെ കാവലിരുന്നായിരുന്നല്ലോ മുഖ്യമന്ത്രി കാണാനൊക്കെ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ, മുഖ്യമന്ത്രി പോകണേ അവിടെ പോയിരിക്കണമായിരുന്നു പെരുന്നെല്ല പൂപ്പിനെ കാണാൻ, അങ്ങനെയല്ലായിരുന്നു. പക്ഷെ പിണറായി ഭരണത്തിൽ വന്ന സമയത്ത് അവിടെ പോയി കാവലിരിക്കേണ്ടി വന്നു അദ്ദേഹത്തെ കാണാൻ. എന്നിരുന്നാലും അത്രയൊക്കെ മാറ്റങ്ങൾ പിണറായി ആ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, അതിനുശേഷം പിണറായി വിജയൻ ഈ പറയുന്ന ഈ പെരുന്ന ആസ്ഥാനത്ത് പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല.
ഒരിക്കലും പോയിട്ടില്ല. ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിട്ടിരുന്നവര് എനിക്കൊന്ന് VS പിണറായി അല്ലാതെ വേറെ എല്ലാവരും പോയിട്ടുണ്ടല്ലേ? ഇ.കെ. നായനാർ പോയിട്ടുണ്ട്, നായനാര് പോയിട്ടുണ്ട്, EMS പോയിട്ടുണ്ട്, PK വാസുദേവൻ നായർ പോയിട്ടുണ്ട്, അച്യുത മേനോൻ പോയിട്ടുണ്ട്. അതെ, സാമുദായിക നേതാക്കന്മാരുടെ അടുത്ത് പോകുന്നതും അവരിൽ നിന്നുകൊണ്ട് അവകാശങ്ങളൊക്കെ കൈപ്പറ്റുന്നതും പൊതുവെ ഇക്കാലം അത്രയും കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു. ഇന്നതിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും മാറ്റങ്ങൾ വന്നാലും ഇല്ലെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സതീശൻ പോയിരുന്നു അവിടെ. സതീശനൊക്കെ പോയിട്ടുണ്ടല്ലോ, വ്യക്തമായിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ടല്ലോ, പോയിരുന്നത് ഈ സുകുമാരൻ നായർ തന്നെ തുറന്നു പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്നിരുന്നാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒരു അപ്രമാദിത്വമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാവും. ആ ന്യൂനപക്ഷ കൺസോളിഡേഷനിലൂടെ UDF അധികാരത്തിലേക്ക് കയറും. ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും. എന്നിരുന്നാലും ആ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിന്റെ കെട്ടുറപ്പിനെ, അതിന്റെ ആ ഒരു ഐക്യത്തെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും.